ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അവരുടെ മുഖത്ത് ഇപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവുക, അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സ് വരിക, അതുപോലെ തന്നെ മൂക്കിൻ്റെയൊക്കെ സൈഡിലായിട്ടും നമ്മുടെ ടിഷ്യൂ ഫോൾഡ് ചെയ്യുന്ന ഭാഗങ്ങളിലുമായിട്ട് കാര പോലെ പിടിച്ചിരിക്കുക. അതായത് വളരെ റഫായിട്ട് ആ സ്കിന്ന് ഇങ്ങനെ വരുന്ന രീതിയിൽ കാണുക മുതലായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് മരുന്നുകളൊക്കെ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷവും പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും ഇല്ല എന്ന് പരാതി പറയുന്നവരായിരിക്കും ഒരുപാട് പേര്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതായത് നമുക്കൊരു 15 to 20 മിനിറ്റ് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഇത് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഏകദേശം നമുക്ക് ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാടില്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പൂർണ്ണമായിട്ടും റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് കൂടിയാണ്. അതുപോലെ തന്നെ ഈ ടിപ്പ് പറയുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ടിപ്പ് ഇപ്പോൾ ഞാനായിട്ട് ഇൻവെൻറ്റ് ചെയ്തൊരു ടിപ്പല്ല. എൻ്റെ വൈഫ് ഡോക്ടറാണ്, സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഡോക്ടർ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ ഇത് ഒരുപാട് പേഷ്യൻസിനെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. എന്നെ അറിയാവുന്ന ഒരുപാട് പേർക്കും ഞങ്ങൾ രണ്ടുപേരെയും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടിപ്പ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇത് വളരെ നമുക്ക് അധികം പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു 3 സ്റ്റെപ്പാണ് വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ അകത്ത് വേണ്ടത്, നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഫേസ് വാഷ്, അതായത് ഇപ്പോൾ സാധാരണ ഹിമാലയ, ഗാർണിയർ, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അങ്ങനെ ഞാനൊരു കമ്പനിയായിട്ട് പ്രിഫർ ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്യുക. അതായത് കംപ്ലീറ്റ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട്, അതായത് മുഖത്ത് ഇങ്ങനെ മുകളിലോട്ടും താഴേക്കും അതുപോലെ തന്നെ നമ്മളിങ്ങനെ സർക്കുലർ മൂവ്മെൻറ്റിലും നല്ല രീതിയിൽ മൂവ് ചെയ്ത് ഏകദേശം ഒരു 5 മിനിറ്റ് സമയം എടുത്തിട്ട് ഫേസ് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നല്ല ഒരു വൃത്തിയുള്ള ടവൽ ഉപയോഗിച്ച് ഫേസ് കംപ്ലീറ്റ്ലി ഡ്രൈ ആക്കി എടുക്കുക. അതായത് ഒട്ടും എണ്ണമയില്ലാത്ത രീതിയിലേക്ക് നമുക്ക് ഫേസ് വാഷുകൾ ഉപയോഗിക്കുമ്പോൾ ഇത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് മുൻപ്, അതായത് നമ്മൾ ഈ വാഷ് ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മളവിടെ ഒരു സാധനം പ്രിപ്പയർ ചെയ്ത് വെക്കാനുണ്ട്. അതായത് നമ്മളൊരു 1/2 ടീസ്പൂണ് തേൻ എടുക്കുക. ആ തേനിലേക്ക് 1/2 ടീസ്പൂണ് പാലും, അതായത് 1/2 ടീസ്പൂണ് തേന് 1/2 ടീസ്പൂണ് പാലും എടുത്തതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വെക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ഒരു സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിൽ നമ്മളത് മിക്സ് ചെയ്ത് വെച്ചു, ഫേസൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ട് വന്നു. അതിനുശേഷം ഈ മിക്സ് ചെയ്ത് വെച്ച പാലും തേനും കൂടി എടുത്തിട്ട് ഇപ്പോൾ 1/2 ടീസ്പൂൺ വെച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വീട്ടിൽ 2 പേർക്കെങ്കിലും ചെയ്യാൻ വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ ഒരളവിൽ എടുത്തതിന് ശേഷം ഫേസിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല സർക്കുലർ മൂവ്മെൻറ്റിൽ തന്നെ നമ്മൾ ഫേസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കഴുത്തിൻ്റെ താഴ്ഭാഗം വരെയും നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ കൂടുതലായിട്ട് നമ്മുടെ ഈ മൂക്കിൻ്റെ 2 സൈഡിലും അതുപോലെ തന്നെ ഈ ചെവിയുടെ ഈ ഒരു ഭാഗത്തും ഒക്കെ ആയിരിക്കണം നമ്മൾ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാനുള്ളത്. ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫേസിൽ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇത് അബ്സോർബ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ വാഷ് ചെയ്ത് കളയാതെ തന്നെ നമ്മളൊരു സ്റ്റീമർ, അതായത് നമ്മുടെ ഇപ്പോൾ ഈ ആവി പിടിക്കാനുള്ള സ്റ്റീമർ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സ്റ്റീമറിൽ ഇരുന്നിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ്, മാക്സിമം പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ് ഇരുന്നിട്ട് ഫേസ് ഒന്ന് വിയർപ്പിച്ചതിന് ശേഷം ഫേസ് നന്നായിട്ട് നമ്മൾ ഇളം ചൂട് വെള്ളം കൊണ്ട് നന്നായിട്ട് അങ്ങ് വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയുള്ളൊരു ടവൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആ ഫേസ് നന്നായിട്ട് ഡ്രൈ ആക്കി വെക്കുക. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂണ് തേൻ വേണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാര, തരി വളരെ കുറഞ്ഞിട്ടുള്ള പഞ്ചസാര വേണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് നമുക്ക് മഞ്ഞൾപ്പൊടി, അത് കസ്തൂരി മഞ്ഞളുടെ പൊടി നമുക്ക് എല്ലായിടത്തും വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ ഒരു കസ്തൂരി മഞ്ഞളുടെ പൊടി ഒരു 1/4 ടീസ്പൂണും വേണം. അപ്പോൾ ഇവ 3ഉം കൂടി എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മളവിടെ വെച്ചിരിക്കുമ്പോൾ ഇത് ഒരുപാടങ്ങ് ഡ്രൈ ആയിട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഡ്രൈ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിൽ വെള്ളം ചേർക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇത് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഉരയ്ക്കണം. അതായത് ഈ മുഖത്തിൻ്റെ 2 ഭാഗത്തും നമുക്ക് എവിടെയൊക്കെയാണോ ഈ ഒരു ഡിസ്കളറേഷനും ഈ ഒരു പ്രശ്നവും ഉള്ളത് ആ ഭാഗത്ത് ഒരു ഫേസ് മാസ്ക് പോലെ, അതായത് സാധാരണ നമ്മളിപ്പോൾ ഫേഷ്യൽ ഇടുമ്പോൾ ഉള്ളതുപോലെ നല്ല രീതിയിൽ ഇത് പറ്റി പിടിച്ചിരിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചസാരയും തേനും എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ
ഇതെടുത്തിട്ട് നമ്മളിങ്ങനെ ഉരച്ച് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യണം. ആ ഒരു സമയത്ത് താഴെ വീഴാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇത് പുറത്ത് കണ്ണാടിയുള്ള ഏതെങ്കിലും ഭാഗത്ത് നിന്ന് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഫേസിൽ ഉരച്ച് കഴുകി എടുക്കണം. അതായത് ഉരച്ചിങ്ങനെ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മളൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ഈ കാര കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ നിന്ന് പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്ന കറുത്ത നിറത്തിലുള്ള ഈ അഴുക്കുകളുണ്ടല്ലോ, അതായത് ഈ സേബം എന്നാണ് പറയുന്നത്, ഈ സ്കിന്നിൽ നിന്ന് ഈ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന സേബവും നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ്, ഇൻഫെക്റ്റഡ് മെറ്റീരിയൽസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ഒരു നിറത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇവയെല്ലാം കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ ഇവ പൊട്ടി പുറത്തേക്ക് പോയതിന് ശേഷം നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നതും അതുപോലെ തന്നെ സ്കിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിൽ ഒരിക്കലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം പിന്നീട് നമുക്ക് നോർമലി നമ്മൾ എന്താണോ ഫേസിൽ ചെയ്യുന്നത് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതിന് വലിയ കെയർ ഒന്നും, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഓവറായിട്ടുള്ള കെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ഒന്നും ഒരു പ്രശ്നവും അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് കൊണ്ടില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്തായാലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഞാൻ ഇത് ഡോക്ടർ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു മെത്തേഡാണ്. ഡോക്ടർ ചെയ്തിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് ഇന്നിപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് കമൻറ്റ് ചെയ്താൽ ഒരുപാട് പേർക്ക് അതൊരു പ്രയോജനമായിട്ട് കാണും. അപ്പോൾ അങ്ങനെ കൂടി ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ടോ അല്ലെങ്കിൽ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലൂടെ ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.